നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ PSC ബുള്ളറ്റിന്റെ വജ്ര ജൂബിലിയുടെ മോഡൽ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ 50 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 50ാമത്തെ ചോദ്യം ഇതായിരുന്നു: ഏകദാസ്ഥലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുൻ രാഷ്ട്രപതി ആരെന്നാണ് നമ്മുടെ 50ാമത്തെ ചോദ്യമായിരുന്നത്. ഈ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ഗ്യാനി സെയിൽ സിംഗ് ആണ് അല്ലെ. അപ്പോൾ ഏകദാസ്ഥലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുൻ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ അത് ഗ്യാനി സെയിൽ സിംഗ് ആണ് എന്നറിഞ്ഞിരിക്കുക. 51ാമത്തെ ചോദ്യം വായിക്കുക: ഇന്ത്യൻ പ്രസിഡന്റായി ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റായിട്ട് ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ആരെന്നാണ് നമ്മുടെ 51ാമത്തെ ചോദ്യം. അത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ. അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റായിട്ട് ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് അറിഞ്ഞിരിക്കുക. 52ാമത്തെ ചോദ്യം: ഇന്ത്യൻ പ്രസിഡന്റായി ഏറ്റവും കുറച്ചു കാലം പദവി വഹിച്ചത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റായിട്ട് ഏറ്റവും കുറച്ചു കാലം പദവി വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് ഇന്ത്യൻ പ്രസിഡന്റായിട്ട് ഏറ്റവും കുറച്ചു കാലം പദവി വഹിച്ചത്. ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതിയായ വ്യക്തി ആരെന്നാണ് നമ്മുടെ 53ാമത്തെ ചോദ്യം. ആരാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതിയായത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നീലം സഞ്ജീവ് റെഡ്ഡിയാണ് കേട്ടോ. നീലം സഞ്ജീവ് റെഡ്ഡിയാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതിയായ വ്യക്തി. അടുത്ത് 1969 ഇന്ദിരാഗാന്ധി ബാങ്ക് ദേശസാൽക്കരണം നടത്തിയപ്പോൾ ധനവകുപ്പിലെ ചുമതല ആർക്കായിരുന്നു? 1969 ഇന്ദിരാഗാന്ധി ബാങ്ക് ദേശസാൽക്കരണം നടത്തിയപ്പോഴത്തേക്കും ധനവകുപ്പിന്റെ ചുമതല ആർക്കായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി തന്നെയാണ് ശരി ഉത്തരം വരുന്നത്. ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് തന്നെയായിരുന്നു ധനവകുപ്പിന്റെ 1969 ചുമതല. ഓക്കെ, 1969 ഇന്ദിരാഗാന്ധി ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നു. അപ്പോൾ ആ സമയത്ത് ധനവകുപ്പിന്റെ ചുമതല ആർക്കായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ദിരാഗാന്ധിക്ക് തന്നെയായിരുന്നു ധനവകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പദവിയിലിരിക്കെ അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലാത്തതാരെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ പദവിയിലിരിക്കെ അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലാത്ത വ്യക്തി ആര് എന്നാണ് നമ്മുടെ 55ാമത്തെ ചോദ്യം. ഇതിനകത്ത് ഇന്ദിരാഗാന്ധി ഉണ്ട്, ലാൽ ബഹദൂർ ശാസ്ത്രി ഉണ്ട്, നെഹ്റു ഉണ്ട്, രാജീവ് ഗാന്ധി ഉണ്ട്. ഏതാണ് ശരി ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. രാജീവ് ഗാന്ധിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ രാജീവ് ഗാന്ധി ഒഴിച്ച് ബാക്കി എല്ലാവരും താഴെ തന്നിട്ടുള്ളവയിൽ പദവിയിലിരിക്കെ അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലാത്തതാരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രാജീവ് ഗാന്ധി ഒഴിച്ച് ബാക്കി എല്ലാവരും നമ്മുടെ ഇന്ദിരാഗാന്ധിയും ലാൽ ബഹദൂർ ശാസ്ത്രിയും ജവഹർലാൽ നെഹ്റു ഒക്കെ എന്ത് തന്നെയാണ്? പദവിയിലിരിക്കെ അന്തരിച്ച വ്യക്തികളാണ് എന്നെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത 56ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കാർഗിൽ യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? കാർഗിൽ യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് നമ്മുടെ 56ാമത്തെ ചോദ്യം. അത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. AB വാജ്പേയി ആണ് കേട്ടോ. കാർഗിൽ യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി ആണ്. 57ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രധാനമന്ത്രി പദത്തിലെത്തുന്നതിന് മുൻപ് മൻമോഹൻ സിംഗ് താഴെ പറയുന്നവയിൽ ഏത് പദവിയാണ് വഹിച്ചിരുന്നത്? നമുക്കറിയാം, വളരെ സിമ്പിൾ ആണ് അല്ലെ. പ്രധാനമന്ത്രി പദത്തിലെത്തുന്നതിന് മുൻപ് മൻമോഹൻ സിംഗ് ഏത് പദവിയാണ് വഹിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു അല്ലെ. റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു മൻമോഹൻ സിംഗ്. അടുത്ത 58ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 58ാമത്തെ ചോദ്യം ഇതാണ്: 4 വ്യത്യസ്ത ഭരണഘടകങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിക്കുകയും ചെയ്ത പാർലമെന്റേറിയൻ ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 4 വ്യത്യസ്ത ഭരണഘടകങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിക്കുകയും ചെയ്ത പാർലമെന്റേറിയൻ ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ AB വാജ്പേയി ആണ് കേട്ടോ. 4 വ്യത്യസ്ത ഘടകങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ AB വാജ്പേയി. ന്യൂനപക്ഷ സർക്കാരിന് നേതൃത്വം നൽകിയ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് ചോദ്യം. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. ന്യൂനപക്ഷ സർക്കാരിന് നേതൃത്വം നൽകിയ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ന്യൂനപക്ഷ സർക്കാരിന് നേതൃത്വം നൽകിയ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ചരൺ സിംഗ് ആണ് അല്ലെ. ചൗധരി ചരൺ സിംഗ് ആണ് ന്യൂനപക്ഷ സർക്കാരിന് നേതൃത്വം നൽകിയ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ന്യൂനപക്ഷ സർക്കാരിന്റെ തലവനായി അധികാരമേൽക്കുകയും കാലാവധി പൂർത്തിയാക്കുകയും ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ന്യൂനപക്ഷ സർക്കാരിന്റെ തലവനായിട്ട് അധികാരമേൽക്കുകയും കാലാവധി പൂർത്തിയാക്കുകയും ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് നമ്മുടെ 60ാമത്തെ ചോദ്യം. അതാരാണ്? ഓപ്ഷൻ എ ആണ് PV നരസിംഹറാവു ആണ്. അപ്പോൾ PV നരസിംഹറാവു ആണ് ന്യൂനപക്ഷ സർക്കാരിന്റെ തലവനായിട്ട് അധികാരമേൽക്കുകയും കാലാവധി പൂർത്തിയാക്കുകയും ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യ
സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോഴത്തേക്കും പ്രധാനമന്ത്രി ആരായിരുന്നു എന്നാണ് 61ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. IK ഗുജ്റാൾ ആണ് കേട്ടോ. IK ഗുജ്റാൾ ആയിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോഴത്തേക്കും നമ്മുടെ പ്രധാനമന്ത്രി IK ഗുജ്റാൾ ആയിരുന്നു. 62ാമത്തെ ചോദ്യം പ്രധാനമന്ത്രി പദത്തിലിരിക്കെ തന്നെ രണ്ടാമത്തെ ദക്ഷിണേന്ത്യക്കാരനാരെന്നാണ് ചോദ്യം. പ്രധാനമന്ത്രി പദത്തിലെത്തിയ രണ്ടാമത്തെ ദക്ഷിണേന്ത്യക്കാരനാരെന്നാണ് നമ്മുടെ 62ാമത്തെ ചോദ്യം. ആരാണത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. HD ദേവഗൌഡയാണ് കേട്ടോ. HD ദേവഗൌഡയാണ് പ്രധാനമന്ത്രി പദത്തിലെത്തിയ രണ്ടാമത്തെ ദക്ഷിണേന്ത്യക്കാരൻ. രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ശ്രദ്ധിക്കുക, രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടില്ലാത്ത പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് AB വാജ്പേയി ആണ്. AB വാജ്പേയി ആണ്. അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ആരെന്നാണ് 64ാമത്തെ ചോദ്യം. ആരാണത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഗുൽസാരിലാൽ നന്ദയാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചത് ഗുൽസാരിലാൽ നന്ദയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആക്ടിംഗ് പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ആക്ടിംഗ് പ്രധാനമന്ത്രി ആണെങ്കിൽ അത് ഗുൽസാരിലാൽ നന്ദയും ആദ്യമായിട്ട് ആക്ടിംഗ് പ്രസിഡന്റ് ആയ വ്യക്തി ആരെന്നാണ് നമ്മുടെ 65ാമത്തെ ചോദ്യം. ആരാണത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമ്മുടെ VV ഗിരിയാണ് കേട്ടോ. VV ഗിരിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആക്ടിംഗ് പ്രസിഡന്റ് ആയത്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരെന്നാണ് നമ്മുടെ 66ാമത്തെ ചോദ്യം. ആരാണത്? ഓപ്ഷൻ സി ആണ്. നരേന്ദ്രമോദിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യൻ പ്രസിഡന്റ് പദം വഹിച്ച അവിവാഹിതൻ ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് പദം വഹിച്ച അവിവാഹിതൻ ആരെന്നാണ് 67ാമത്തെ ചോദ്യം. ആരാണത്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് അല്ലെ. നമുക്കറിയാം അബ്ദുൽ കലാമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ത്യൻ പ്രസിഡന്റ് പദമാണ്. ഇന്ത്യൻ പ്രസിഡന്റ് പദം വഹിച്ച അവിവാഹിതനാരെന്ന് ചോദിച്ചാൽ അബ്ദുൽ കലാമാണ്. 1 രൂപയാണ് അദ്ദേഹം സാലറി ആയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത് അല്ലെ. അടുത്ത ചോദ്യം 68ാമത്തെ ചോദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിച്ച അവിവാഹിതനാരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിച്ച അവിവാഹിതനാരാണ്? 68ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. AB വാജ്പേയി ആണ് അല്ലെ. ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിച്ച അവിവാഹിതനാരെന്ന് വെച്ചാൽ AB വാജ്പേയി ആണ്. നെഹ്റു കുടുംബത്തിന് വെളിയിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയവരിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ വ്യക്തി ആരാണ്? നെഹ്റു കുടുംബത്തിന്റെ വെളിയിൽ നിന്ന് പ്രധാനമന്ത്രി ആയവരിൽ നിന്ന് കാലാവധി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് AB വാജ്പേയി ആണ് കേട്ടോ. AB വാജ്പേയി ആണ്. അടുത്ത ചോദ്യം ആരുടെ ജന്മദിനമാണ് സദ്ഭാവന ദിനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് സദ്ഭാവന ദിനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മുടെ 70ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് സദ്ഭാവന ദിനമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം രാജീവ് ഗാന്ധിയുടെ ചരമദിനം ഏത് ദിനമായി ആചരിക്കുന്നു? രാജീവ് ഗാന്ധിയുടെ ചരമദിനം ഏത് ദിനമായി ആചരിക്കുന്നു എന്നാണ് 71ാമത്തെ ചോദ്യം. അത് ഭീകര പ്രവർത്തന വിരുദ്ധ ദിനമാണ് കേട്ടോ. ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമാണ് രാജീവ് ഗാന്ധിയുടെ ചരമദിനം. രാജീവ് ഗാന്ധിയുടെ ചരമദിനം നമ്മൾ ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അല്ലെ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവരാണ്? ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ. അത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. AB വാജ്പേയി ആണ്. AB വാജ്പേയി ആണ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞത് ലാൽ ബഹദൂർ ശാസ്ത്രിയും അതിന്റെ കൂട്ടത്തിൽ ജയ് വിജ്ഞാൻ എന്നും കൂടി ആഡ് ചെയ്തത് AB വാജ്പേയി ആണ്. 74ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കിസാൻ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? കിസാൻ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണെന്നാണ് 74ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ചൗധരി ചരൺ സിംഗ് ആണ്. ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് നമ്മൾ കിസാൻ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം കിസാൻ ഘട്ടിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? കിസാൻ ഘട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് നമ്മുടെ 75ാമത്തെ ചോദ്യം. ആരാണത്? ഓപ്ഷൻ സി തന്നെയാണ് ശരി ഉത്തരം. നമ്മുടെ ചൗധരി ചരൺ സിംഗ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ കിസാൻ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ കിസാൻ ഘട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ചൗധരി ചരൺ സിംഗ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരാണ്? സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആരെന്നാണ് 76ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അല്ലെ. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത് ഏത് പ്രധാനമന്ത്രിയാണ്? വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത് ഏത് പ്രധാനമന്ത്രി എന്നാണ് 77ാമത്തെ ചോദ്യം. ആരാണ് അത് ചെയ്തത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. രാജീവ് ഗാന്ധിയാണ് കേട്ടോ. അപ്പോൾ രാജീവ് ഗാന്ധിയാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്. അടുത്ത ചോദ്യം വിത്തൗട്ട് ഫിയർ ഓഫ് ഫേവർ എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരാണോ? വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് വിത്തൗട്ട് ഫിയർ ഓഫ് ഫേവർ. അപ്പോൾ ഈ പുസ്തകം രചിച്ചത് ആരാണ്?
ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നീലം സഞ്ജീവ് റെഡ്ഡിയാണ് കേട്ടോ. അപ്പോൾ നീലം സഞ്ജീവ് റെഡ്ഡിയുടെ പുസ്തകത്തിന്റെ പേരാണ് വിത്തൗട്ട് ഫിയർ ഓഫ് ഫേവർ. വിത്തൗട്ട് ഫിയർ ഓഫ് ഫേവർ ആരുടെ പുസ്തകമാണ്? നീലം സഞ്ജീവ് റെഡ്ഡിയുടെ പുസ്തകമാണ് വിത്തൗട്ട് ഫിയർ ഓഫ് ഫേവർ. ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് അല്ലെ. ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് APJ അബ്ദുൽ കലാം. ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിച്ച വൈമാനികൻ ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിച്ച വൈമാനികൻ, അല്ലെങ്കിൽ വിമാനമൊക്കെ ഓടിക്കുന്ന ആളില്ലേ, അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിച്ച വൈമാനികൻ ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. രാജീവ് ഗാന്ധി ആണേ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിച്ച വൈമാനികൻ ആരെന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധിയാണ്. അടുത്ത ചോദ്യം, യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യത്തെ പ്രസിഡന്റ് ആണ് APJ അബ്ദുൽ കലാം. വോയിസ് ഓഫ് കോൺഷ്യസ് എന്ന് പറയുന്ന രചിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? വോയിസ് ഓഫ് കോൺഷ്യസ് എന്ന് പറയുന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്നാണ് 82ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. VV ഗിരിയാണ്. അപ്പോൾ VV ഗിരി എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് വോയിസ് ഓഫ് കോൺഷ്യസ്. വോയിസ് ഓഫ് കോൺഷ്യസ് ആരുടെ പുസ്തകമാണ്? VV ഗിരിയുടേതാണ്. സുവർണക്ഷേത്രത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ സമയത്തെ രാഷ്ട്രപതി ആരാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സുവർണക്ഷേത്രത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ സമയത്തെ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ ഗ്യാനി സെയിൽ സിംഗ് ആണ് കേട്ടോ. അപ്പോൾ സുവർണക്ഷേത്രത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ സമയത്തെ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് ആണ്. 1965 ഇൻഡോ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? 1965 ഇൻഡോ പാക് യുദ്ധ സമയത്തെ 1965 ഇൻഡോ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് നമ്മുടെ 84ാമത്തെ ചോദ്യം. ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് 1965 ഇൻഡോ പാക് യുദ്ധ സമയത്തെ പ്രസിഡന്റ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 85ാമത്തെ ചോദ്യമാണ്. 85ാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ 85ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചേ. ഒരു കൊച്ചുകുരുവിയുടെ അവസാനത്തെ വിജയം എന്നറിയപ്പെട്ട ഉടമ്പടി ഏതാണ്? ഒരു കൊച്ചുകുരുവിയുടെ അവസാനത്തെ വിജയം എന്നറിയപ്പെട്ട ഉടമ്പടി ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഏതാണത്? താഷ്കന്റ് ഉടമ്പടിയാണ് അല്ലെ. താഷ്കന്റ് ഉടമ്പടി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. താഷ്കന്റ് ഉടമ്പടിയാണ് ഒരു കൊച്ചുകുരുവിയുടെ അവസാനത്തെ വിജയം എന്നറിയപ്പെട്ട ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ അത് താഷ്കന്റ് ഉടമ്പടിയാണ്. വീർഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? വീർഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എന്നാണ് നമ്മുടെ 86ാമത്തെ ചോദ്യമാണ്. 86ാമത്തെ ചോദ്യം ആരാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. രാജീവ് ഗാന്ധിയാണ് അല്ലെ. രാജീവ് ഗാന്ധിയാണ് വീർഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. രാജീവ് ഗാന്ധിയാണ്. അടുത്ത ചോദ്യം എന്താണ്? ശക്തിസ്ഥൽ. 87ാമത്തെ ചോദ്യമാണ്. ശക്തിസ്ഥലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രധാനമന്ത്രി ആരാണ്? ശക്തിസ്ഥലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇന്ദിരാഗാന്ധിയാണ് അല്ലെ. ഇത് 87ാമത്തെ ചോദ്യമാണ്. ശക്തിസ്ഥലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. അടുത്ത 88ാമത്തെ ചോദ്യം, സ്ഥലം ഇപ്പോഴത്തെ ഇന്ത്യക്ക് വെളിയിലായ പ്രധാനമന്ത്രി ആരാണ്? ജനനസ്ഥലം ഇപ്പോഴത്തെ ഇന്ത്യക്ക് വെളിയിലായ പ്രധാനമന്ത്രി ആരാണ് എന്നാണ് നമ്മുടെ 88ാമത്തെ ചോദ്യം. ആരാണത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. IK ഗുജ്റാൾ ആണ് കേട്ടോ. IK ഗുജ്റാൾ ആണ്. അടുത്ത ചോദ്യം 89ാമത്തെ ചോദ്യമാണ്. ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്നാണ് നമ്മുടെ 89ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. ഡോക്ടർ AB വാജ്പേയി ആണ് അല്ലെ. AB വാജ്പേയി ആണ് ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ AB വാജ്പേയി ആണ്. 90ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ജനിച്ച പ്രധാനമന്ത്രി ആരാണ്? ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ഒക്ടോബർ 2 ജനിച്ച പ്രധാനമന്ത്രി ആരെന്നാണ് നമ്മുടെ 90ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് കേട്ടോ. അപ്പോൾ ഒക്ടോബർ 2 ജനിച്ച പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അടുത്ത ചോദ്യം 91ാമത്തെ ചോദ്യം, ഫെബ്രുവരി 29 ജനിച്ച പ്രധാനമന്ത്രി ആരാണ്? ഫെബ്രുവരി 29 ജനിച്ച പ്രധാനമന്ത്രി ആര് എന്നാണ് നമ്മുടെ 91ാമത്തെ ചോദ്യം. ആരാണ് ഫെബ്രുവരി 29 ജനിച്ച പ്രധാനമന്ത്രി ആരാണ്? വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തതാണ്. മൊറാർജി ദേശായി ആണ് കേട്ടോ. അപ്പോൾ മൊറാർജി ദേശായി ആണ് ഫെബ്രുവരി 29 ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് മൊറാർജി ദേശായി ആണ്. 92ാമത്തെ ചോദ്യം, 20ാം നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് ആരാണ്? ശ്രദ്ധിക്കുക, 20ാം നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ ആദ്യം
ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് ആരെന്ന് ചോദിച്ചാൽ 92ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 20ാം നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അടുത്ത ചോദ്യം 20ാം നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ ആദ്യമായി ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തിയത് ആരാണ്? 20ാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 20ാം നൂറ്റാണ്ടിൽ ജനിച്ചതിൽ ആദ്യമായിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് ആയത് ആരെന്നാണ് നമ്മുടെ 93ാമത്തെ ചോദ്യം. അത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. 94ാമത്തെ ചോദ്യം ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചപ്പോൾ പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? ശ്രദ്ധിക്കുക, ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിച്ചപ്പോൾ പ്രധാനമന്ത്രി ആയത് ആരെന്നാണ് നമ്മുടെ 94ാമത്തെ ചോദ്യം. അത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. പി വി നരസിംഹറാവു ആണ് കേട്ടോ. ഉദാരവൽക്കരണം എന്ന് കേട്ടാൽ, പ്രധാനമന്ത്രി എന്ന് കേട്ടാൽ പി വി നരസിംഹറാവു ആണ്. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത പ്രധാനമന്ത്രി ആരാണ്? ശ്രദ്ധിക്കുക, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് 96ാമത്തെ ചോദ്യം. അതാരാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ചന്ദ്രശേഖറാണ് കേട്ടോ. ചന്ദ്രശേഖറാണ് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താനായിട്ട് അവസരം ലഭിക്കാതിരുന്ന ആള്. ഒളിമ്പിക് ഓർഡർ എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഒളിമ്പിക് ഓർഡർ എന്ന് പറയുന്ന ബഹുമതി നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് 97ാമത്തെ ചോദ്യം. അത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ഇന്ദിരാഗാന്ധിക്കാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിക്കാണ് ഒളിമ്പിക് ഓർഡർ എന്ന് പറയുന്ന ബഹുമതി നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഭരണഘടനയുടെ 73, 74 ഭേദഗതികൾ പാസാക്കിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഭരണഘടനയുടെ 73, 74 ഭേദഗതികൾ പാസാക്കിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് 98ാമത്തെ ചോദ്യം. അത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പി വി നരസിംഹറാവു ആണ്. ഭരണഘടനയുടെ 73, 74 ഭേദഗതികൾ പാസാക്കിയ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? പി വി നരസിംഹറാവു ആണ്. 99ാമത്തെ ചോദ്യം ഏത് പ്രധാനമന്ത്രിയുടെ കാലത്തിലാണ് നഗരപാലികാ ബില്ല് രാജ്യസഭയിൽ പരാജയപ്പെട്ടത്? ശ്രദ്ധിക്കുക, ഏത് പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിലാണ് നഗരപാലികാ ബില്ല് രാജ്യസഭയിൽ പരാജയപ്പെട്ടത് എന്നാണ് നമ്മുടെ 99ാമത്തെ ചോദ്യം. അതിന് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രാജീവ് ഗാന്ധിയുടെയാണ് കേട്ടോ. രാജീവ് ഗാന്ധിയുടെ സമയത്താണ് നഗരപാലികാ ബില്ല് രാജ്യസഭയിൽ പരാജയപ്പെട്ടത്. 100ാമത്തെ ചോദ്യം ഇന്ത്യൻ ഫിലോസഫിയുടെ കർത്താവ് ആരെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ആരാണ് ഇന്ത്യൻ ഫിലോസഫിയുടെ കർത്താവ്? ഒന്ന് ശരി ഉത്തരം പറഞ്ഞേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കേട്ടോ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ കർത്താവ്. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 50 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 50 നമ്മുടെ PSC ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അടുത്ത ദിവസം തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോയിൽ 100 ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ ഈ ഒരു പുസ്തകത്തിനകത്ത് 400 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന 3 ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു 400 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് അങ്ങ് കവർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയും സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ആയിട്ട് പറയുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.